ദൈവനാമത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ വിശുദ്ധ കാലം നമുക്കേവർക്കും ദൈവസന്നിധിയിൽ ഒരുമിച്ച് വന്ന ദൈവത്തെ ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ ശക്തി പകരുവാനും അന്യോന്യം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം അവസരം തന്നിരിക്കുക. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സംഭവബഹുലങ്ങളായ ഓരോ ദിനങ്ങളും നിമിഷം പ്രതി നമ്മളെ വിട്ട് അനന്തഗുഹായുസിലേക്ക് കടന്നു പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നലെ കണ്ട ലോകമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ ഒരുപക്ഷെ പുറത്തിറങ്ങി നോക്കിയാൽ എല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഈ ലോകത്താകമാനം നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ്, എന്തെല്ലാം അപ്ഡേറ്റുകളാണ് ഓരോ നിമിഷം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നലെ ജീവിച്ചവൻ ഇന്ന് മോർച്ചറിയിലാണ്. ഹല്ലേലൂയ. ഇന്നലെ നമ്മളോട് വർത്താനം പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞവരൊക്കെയും ഈ ലോകത്ത് നിന്ന് കടന്നുപോയി. ഇന്നലെ നമ്മളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് പിരിഞ്ഞവർ ആക്സിഡൻറ്റുകളായിട്ട് ആശുപത്രി കിടക്കുകളിലൊക്കെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ചിലർ വളരെയധികം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇന്നലെ ആയിരുന്നു. ഇന്ന് അവർക്ക് പ്രതീക്ഷിച്ചതിലും നനച്ചതിലും അപ്പുറമായിട്ട് ദൈവം ആ വിഷയത്തിന് മറുപടി കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ചില രോഗശക്തികൾ ചിലരുടെ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ നിമിഷവും അപ്ഡേറ്റുകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഭൂമി. ആമേൻ. നിൽക്കുന്ന നിപ്പിൽ നമ്മളൊന്നും കാണുന്നില്ലെങ്കിലും ഈ ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സമയം മാറുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നു, അത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെയും ഇത് ചുറ്റുന്നുണ്ട്. അതിലും ഭയങ്കരമായിട്ട് നോക്കുമ്പോൾ ഈ ഗാലക്സികൾ തന്നെ ഏതോ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാവും. ഇതിനെയൊക്കെ സൃഷ്ടിച്ച ദൈവം അതിൻ്റെ പണി, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഹല്ലേലൂയ, എത്ര വലുപ്പമുള്ളതാണെന്ന് 19-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കും. ഇനിയും ശാസ്ത്രം എത്രമേൽ വളർന്നെന്ന് പറഞ്ഞാലും ആദ്യവുമില്ല അന്തവുമില്ലാത്ത ഞാൻ അൽഫയും ഒമേഗയുമാവുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സൃഷ്ടിയെ അനലൈസ് ചെയ്യുവാൻ ലോകത്തിൽ ഇന്നുവരെ ആരും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയുമില്ല. ആമേൻ. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടി. അവിടെയാണ് ദൈവത്തെ നമ്മൾ കാണേണ്ടത്. ഈ പൊടിയായ മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ടും അപ്പന് മക്കളോട് കരുണയുണ്ടാവുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ. നമ്മളോടൊക്കെയും ദൈവം പാപികളെ സ്നേഹിച്ചാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഞാൻ സങ്കീർത്തന ഭാഗത്തേക്ക് കടന്നു വരട്ടെ. 42-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്ക് കാണുന്നത് കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം എന്നാണ്. ഹല്ലേലൂയ. ആരാണ് കോരഹപുത്രന്മാരെന്നൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. ഭൂമി വിഴുങ്ങിപ്പോയ ഒരപ്പൻ്റെ മക്കളാണ് കോരഹ പുത്രന്മാർ. ഹല്ലേലൂയ. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ
അതിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ! ഒരു ഭക്തന്റെ ആഗ്രഹമാണ് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കും. ഉണങ്ങി വരേണ്ട ദേശത്ത് മാനുകൾ മാത്രമല്ല, സകല ജീവജാലങ്ങളും ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കും. ദാഹിച്ചിട്ട് ഉള്ളവർക്കറിയാം അതിൻ്റെ ആഴം എത്രയാണ്. ദാഹിച്ചു വലയുമ്പോൾ ഒരിറ്റ് വെള്ളമെന്ന് പറയുന്നത് ആരും ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ്. ഹല്ലേലൂയ! അതില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ വരും. എവിടെ നിന്നെങ്കിലും വെള്ളം കിട്ടിയാൽ മതി. ഹല്ലേലൂയ! അതുപോലെ തന്നെ വിശപ്പ്. വിശന്നിട്ട് ഉള്ളവർക്കറിയാം അതിൻ്റെ ആഘാതം എത്രയാണ്, പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ! അതിൻ്റെ ആഴം എത്രയെന്ന് അളന്നു നോക്കുവാൻ നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ! ഈ ഭൂമി വിട്ടാൽ പിന്നെ എവിടെ എന്ന് ഒരു മനുഷ്യനോട് ചോദിച്ചാൽ പ്രത്യാശയുള്ള ദൈവത്തിൻ്റെ മക്കൾ പറയും, ഞാൻ ദൈവത്തോടു കൂടെയാണ്. ഹല്ലേലൂയ! എനിക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഐ ഹാവ് എ ഡെസ്റ്റിനേഷൻ ഇൻ ദി ഹെവൻ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ഹല്ലേലൂയ! ഇതാര് പറഞ്ഞതാണെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ദൈവമക്കൾ എത്തിയിട്ടില്ലെന്ന് വരിയിൽ കഷ്ടങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, അടിക്കടി പരിശോധനകളെല്ലാം, രോഗങ്ങളെല്ലാം ഒരു പക്ഷേ ഈ ശരീരത്തിൽ നമ്മൾ ഹല്ലേലൂയ ശരീരത്തെ നമ്മൾ തളർത്തിയേക്കാം. പക്ഷേ ഹല്ലേലൂയ ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസ്ഥലയിൽ ചെല്ലുവാനിടയാകും. ഹല്ലേലൂയ! നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ! ഒരു ഭക്തരെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം വാക്യത്തിൻ്റെ അവസാനം പറയുന്ന പോലെ എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ! സ്തോത്രം! നമുക്ക് യോവേൽ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ! യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഹല്ലേലൂയ! യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിൻ്റെ യാഗപീഠത്തിൻ്റെ മധ്യേ കരഞ്ഞും കൊണ്ട് കൂവി, നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത്
എന്തിന് എന്നിങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. വളരെ ഹൃദയനുറുക്കത്തോടെ ഹല്ലേലൂയ യോവേൽ പ്രവചനത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ. ഹല്ലേലൂയ. നിന്നെ ചൂണ്ടി ജാതികൾ ഹല്ലേലൂയ കുറ്റം പറയരുത്, ജാതികൾ നിന്നെ തള്ളിപ്പറയരുത്. ഹല്ലേലൂയ. അങ്ങനെ വന്നാൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും ദൈവമക്കളുടെ മനസ്സ് വിഷമിക്കും. അതിന് ഒരേ ഒരു പരിഹാരം ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കണ്ണുനീരില്ലാത്ത പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാകാനായിട്ട് സാധ്യതയില്ല. അത് വെറും ജൽപ്പനം മാത്രം. ഹല്ലേലൂയ. ഹന്ന മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അത് കണ്ടവർക്കെല്ലാം പല കമൻറ്റുകൾ ഇടുവാൻ തോന്നി. ഏലി പുരോഹിതനും അങ്ങനെ പറഞ്ഞു. പക്ഷെ അവൾ മൗനമായിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ ഹൃദയം കൊണ്ടാണ് അവൾ കരഞ്ഞത്. ഹല്ലേലൂയ. അത് അവിടെ മുഖത്ത് നോക്കുന്നവർക്ക് മനസ്സിലായി. എന്നാൽ ഈ കൃപ പ്രാപിക്കാത്ത പലരും ഉണ്ടല്ലോ, ലോകജാതികൾ. ഈ കൃപയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത പലരും വിചാരിക്കുന്നത് വേറെ പലതുമായിരിക്കാം. അതിൽ നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. അതിൽ ആരോടും പരിതപിക്കേണ്ട ആവശ്യമേ ഇല്ല. അവർ ഈ കൃപയിലേക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. അവിടെ ഭക്തൻ പറയുന്നത്, കർത്താവിൻ്റെ ദാസൻ അവിടെ പറയുന്നത്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിഞ്ഞിറങ്ങുന്നത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 43:5 വായിക്കാം നമുക്ക്. 43 അവിടെയും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എന്താ ഈ മുഖപ്രകാശ രക്ഷ എന്ന് പറയുന്നത്? എന്താ മുഖപ്രകാശ രക്ഷ? ഒരുവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും വെറുതെ പ്രാർത്ഥിക്കുന്നതുമായിട്ട് തിരിച്ചറിയും. ഹല്ലേലൂയ. അവൻ്റെ മുഖത്ത് അവൻ്റെ ഉള്ളിലെ പ്രകാശം അവിടെ കാണും. ഒരു ദൈവമകനെ തിരിച്ചറിയണമെന്ന് വരിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഒരു വലിയ പ്രകാശം അവിടെ അവർക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണ് ദൈവമക്കളെ തിരിച്ചറിയുന്നത്. ഏതാൾക്കൂട്ടത്തിൻ്റെ നടുവിലായിക്കോട്ടെ. ഹല്ലേലൂയ. വേറൊരു കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളവരെ എവിടെയുണ്ടോ അവിടെ പിശാച് ആ ഭാഗത്തൂടെ വരികയും. ഹല്ലേലൂയ. ദൈവകൃപയുള്ള ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉള്ളിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. ഒരു കർത്താവിൻ്റെ ദാസനോ ദാസിയോ അവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അവരെ റീഡ് ചെയ്താൽ അവരുടെ പോക്കിലും നടപ്പിലും എല്ലാം ഹല്ലേലൂയ സ്തോത്രം
അപ്പാ സ്തുതി, പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകളല്ലാതെ ഹല്ലേലൂയ സ്തോത്രം അവരുടെ വായിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അവരുടെ ജീവിതത്തിൽ വിടുതലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വിടുതൽ വേണമെന്ന് വരികില് ഈ മുഖപ്രകാശ രക്ഷ ഹല്ലേലൂയ ദൈവമക്കളുടെ മുഖത്ത് വന്നിരിക്കണം. അത് ഉള്ളിൽ നിന്നുള്ള ഒരു വലിയ യാഥാജ്ഞയാണ്. ഹല്ലേലൂയ. ദൈവത്തിനായി ഉള്ളു കാത്തുന്നുണ്ടെന്ന് വരിൽ നിന്റെ കാര്യത്തിന് മറുപടി തരാതെ പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവരെപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ? അതോ മറ്റു പലതും ഹൃദയത്തിലൂടെ വന്ന് മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ തൂക്കി നോക്കാനും ലോകചിന്തകളും ഹല്ലേലൂയ മൊബൈലിൽ കൂടെ പോകുന്ന പല പാട്ടുകളും ഇതൊക്കെയാണോ? ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. എന്നിട്ട് എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല, എൻ്റെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ആദ്യമേ ഹല്ലേലൂയ സ്തോത്രം ഈ മുഖപ്രകാശ രക്ഷ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരണം. നിങ്ങളെ ദർശിക്കുന്നവർ, നമ്മെ ദർശിക്കുന്നവർ, നിന്നെ ദർശിക്കുന്നവർ ദൈവത്തെ കാണണം. ഹല്ലേലൂയ. അതിന്റെ 7-ാം വാക്യം വായിച്ച്. ഹല്ലേലൂയ. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കൂടി കടന്നു പോകുന്നു. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് മീതെ കൂടി കടന്നു പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആഴത്തിലേക്ക് ഒന്ന് ചിന്തിക്കുകയാണെന്ന് വരിയില്ല. ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിൻ്റെ പല മേഖലകളിലും പലരും നിലവിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. രോഗങ്ങൾ, ബന്ധനങ്ങൾ, പ്രയാസങ്ങൾ, പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരിക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ വരിക. എന്നും ശോധന. ഹല്ലേലൂയ. ദൈവമക്കൾക്കുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും ഞാൻ നിങ്ങളെ ജയിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, അതൊന്നുകൂടെ വായിച്ച്. എൻ്റെ മീതെ കൂടി കടന്നു പോകുന്നു. ഇത് ഒക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ദൈവത്തെ യഥാർത്ഥമായിട്ട് ദൈവസന്നിധി കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ഇതൊക്കെ നിന്റെ മീതെ കൂടി അങ്ങ് കടന്നു പോകത്തേ ഉള്ളൂ. നിന്നെ മുക്കുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. അവിടെ ജയം വേണമെന്ന് വരികില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ, എൻ്റെ ആത്മാവ് എന്നെ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിൽ വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ഹല്ലേലൂയ. മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും നിനക്ക് കഴിയുന്നുണ്ടെന്നൊരു പ്രത്യേക ജീവിതം, ഒരു അനുഗ്രഹവും കേട്ടോ. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ. അവരുടെ മീതെ കൂടി അങ്ങ് കടന്നു പോകത്തേ ഉള്ളൂ. ഓളങ്ങളും തിരമാലകളുമെല്ലാം അവരുടെ ജീവിതത്തിൽ ഏശിയല്ല കേട്ടോ. ഹല്ലേലൂയ. പലരും നിന്നോട് വന്ന് ചോദിക്കുന്നത് എങ്ങനെ സാധിച്ചു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ അത് വലിയ അത്ഭുതമാണ്. ഹല്ലേലൂയ.
നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുമെന്നും എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ ഉപവാസം എടുത്തിരുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി ജാഗരിക്കുന്നവരാണ്. പക്ഷേ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊരു റിക്കൺസിലിയേഷനാണ്, ഒരു നിരപ്പ് പ്രാപിക്കലാണ്. നമ്മളോട് വേറെ ആരും പറയണ്ട നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് ഇഷ്ടമല്ലാതെ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളൊക്കെ നമ്മളോട് ആരും പറയണ്ട, നമുക്ക് തന്നെ അറിയാം. ഹല്ലേലൂയ. ഞാൻ ഈയിടെ എൻ്റെ ജോലി സ്ഥലത്തെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഒരു സ്ത്രീയാണ്, ഡു യു നോ ഹൂ ഈസ് ഗോഡ്? ഇത് കേട്ടേച്ച് അവൾ അല്പനേരം മൗനമായിട്ട് നിന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഐ ഡോണ്ട് നോ. ഹല്ലേലൂയ. ദൈവം ആരാകുന്നു എന്ന് അവളോട് ചോദിച്ചപ്പോൾ അവൾക്കതിന് ഉത്തരം പറയുവാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ സാവധാനം ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അത്ഭുതപ്പെട്ട് അവിടെ കണ്ണെല്ലാം നിറഞ്ഞു വരുന്നത് ഞാൻ കാണുവാനിടയായി. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളവിടെ നിഴലിച്ച് കാണുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നു. ഹല്ലേലൂയ. വേദഭാഗങ്ങളൊന്നും ഇപ്പോൾ എടുക്കണ്ട. നമ്മളിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവ്, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്ന് അത് തിരിച്ചറിയുന്നോ, when we are going to recognize God is living in our body, you will be surprised. Hallelujah. ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവനുള്ളത്. പക്ഷേ ആ ദൈവത്തെ എന്ന് തിരിച്ചറിയുന്നോ, ഹല്ലേലൂയ, അന്ന് നമ്മൾ പുതിയ മനുഷ്യനായി. പലപ്പോഴും പല സോഫ്റ്റ്വെയറും, അതിനൊരു ഉദാഹരണം ഞാൻ പറയുക, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിന് ഒരു ഡോറുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്ന് വരികിൽ നമ്മൾ എന്ത് ചെയ്യണം മോനെ? വാട്ട് വി ഹാവ് ടു ഡു? പാസ്വേഡ് അടിച്ചു കൊടുക്കണം. അതിന് ലോക്ക് മാറ്റണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ നമ്മൾ തിരിച്ചറിയണമെന്ന് വരിയിൽ നമ്മുടെ ഉള്ളിലെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അന്ന് ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കും. അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ആ ഒരു ചിന്ത നമ്മളിൽ വരണമെന്ന് വരികിൽ അന്ന് മുതൽ നമ്മൾ ദൈവത്തെ നമ്മുടെ ശരീരത്തിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ പാസ്വേഡാണ് ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അതില്ലാത്തിടത്തോളം കാലം
നിന്നിൽ വസിക്കുന്ന ആത്മാവ് അവിടെ ഉറങ്ങുകയാണ്. പിന്നെ എന്താണ് നിന്നിൽ വസിക്കുന്നത്? ഈ ലോകമാണ്. ഹല്ലേലൂയ. ലോകം നിന്നിൽ നീ അറിയാതെ തന്നെ ഹല്ലേലൂയ ആക്ടിവേറ്റ് ചെയ്ത് കയറി നിൽക്കുകയാണ്. അതായത് ഈ ശരീരം, നമ്മുടെ ഫിസിക്കൽ ബോഡി ഈ ലോകത്തിൻ്റെതാണ്. അത് കോമൺ പാസ്വേഡാണ്. ഹല്ലേലൂയ. ആ പിശാച് നിന്നെ പ്രവർത്തിക്കുന്നത് പോലെയാണ് നീ നടക്കുന്നത്. നിന്നിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അതവിടെ എല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഉറങ്ങിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അവളോട് ചോദിച്ചത്, വിച്ച് ഈസ് ദ ഐസ് ഓഫ് ഗോഡ്? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ പിന്നെ ആകാംക്ഷയായി. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാണ്. വിച്ച് ഈസ് ദ ഐസ് ഓഫ് ഗോഡ്? ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ അന്തരംഗവും ഹൃദയവും അറിയുന്നു. ഹല്ലേലൂയ. അത് അത്യഗാധം തന്നെ എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു. നിന്റെ എല്ലാ വഴികളും ഞാൻ അറിയുന്നു. നിന്റെ പോക്കും നിന്റെ നടപ്പും എല്ലാം. അങ്ങനെ അറിയണമെന്ന് വരികിൽ CCTV ക്യാമറ കൊണ്ട് സാധിക്കുമോ മോനെ? സാധിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ദൈവം നമ്മളെ കാണുന്നത്? ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിനക്ക് ഓർമ്മയായ 5 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഇവൻസുകളെല്ലാം യു ക്യാൻ റിമെമ്പർ? പറഞ്ഞു, യെസ് ഐ ക്യാൻ റിമെമ്പർ. അങ്ങനെ നിനക്ക് ഓർക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് വരികിൽ തീർച്ചയായിട്ടും നീ കണ്ടതും നീ കേട്ടതും ഇതെല്ലാം എങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ കുറേ നേരം മിണ്ടാതെ ഇരുന്നിട്ട് ആ സഹോദരി പറഞ്ഞു, അതെൻ്റെ കണ്ണുകൾ കൊണ്ടാണ്, എൻ്റെ ചെവികൾ കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാനതെല്ലാം കേട്ടതും ഞാൻ കണ്ടതും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ദൈവത്തിൻ്റെ ക്യാമറ. ദൈവത്തിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിന്റെ കണ്ണുകൾ തന്നെയാണ്. പക്ഷെ നീ അത് തിരിച്ചറിയുന്നില്ല. 5 വയസ്സ് മുതൽ ചിലപ്പോൾ 30 വയസ്സായിരിക്കാം പ്രിയ മകനെ മകളെ, 40 വയസ്സായിരിക്കാം, 50 വയസ്സായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൻ്റെ കടന്നുപോയ ഹല്ലേലൂയ സ്തോത്രം ആ ദിനങ്ങളൊക്കെയും നീ തിരിഞ്ഞു നോക്കുമ്പോൾ മണിമണിയായിട്ട് നടന്ന പ്രധാന ഇവന്റുകളെല്ലാം നിനക്ക് ഓർമ്മയുണ്ട്. നീ ചെയ്തു കൂട്ടിയ പാപങ്ങള്, നീ പറഞ്ഞ നുണകള്, ഹല്ലേലൂയ, നീ ചെയ്ത നന്മകള്, നീ പോയ വഴികള്, നിന്റെ എല്ലാം ഹല്ലേലൂയ. ആ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ആ വാക്യത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരു ദൈവഭക്തൻ്റെ ഹല്ലേലൂയ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും പ്രയാസങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ ഉള്ളിലെ ആത്മാവ് ഞരങ്ങും. കർത്താവേ, എന്താണ് ഇങ്ങനെയൊക്കെ? ആരും ചോദിക്കും ഇല്ലേ? ആരും ചോദിക്കും. യോബ് ചോദിച്ചതുപോലെ ചോദിക്കും. അവസാനം അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? അവനെന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഹല്ലേലൂയ. അതൊരു വലിയ പ്രത്യാശയാണ്. ദൈവം കൈവിടുകയില്ല നമ്മളെ.
ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തെ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ പ്രിയ മകനെ, മകളെ, ഹല്ലേലൂയ. ഒരേ ഒരു കാര്യം മാത്രം ചോദിക്കുവാനുണ്ട്. കഴിഞ്ഞു പോയ ദിനങ്ങളെല്ലാം നിനക്കറിയാം. നീ കണ്ടതും നീ കേട്ടതുമെല്ലാം, ഹല്ലേലൂയ, നിന്നിൽ നീ അറിയാതെ ജീവിക്കുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കണ്ണിൽ കൂടെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏതെല്ലാം തെറ്റായ വഴികളിൽ കൂടെ നീ പോയോ അവിടെ എല്ലാം, ഹല്ലേലൂയ, നമ്പറിട്ട് ഓരോ ഇവന്റ്സുകൾ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ കൂടെ ഇങ്ങനെ മിന്നി മറഞ്ഞു വരുന്നത് പോലെ, ഹല്ലേലൂയ, വരുന്നില്ലേ പ്രിയ മകനെ, മകളെ? ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അത് ദൈവത്തെ, ഹല്ലേലൂയ, രുചിച്ചറിഞ്ഞ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ, ഹല്ലേലൂയ, മുഖാമുഖമായി കണ്ട് ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഓളങ്ങളാകട്ടെ, തിരമാലകളാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് ഭാരങ്ങളാകട്ടെ, ഏത് വേദനകളാകട്ടെ, ഹല്ലേലൂയ, ഇനി സമുദ്രത്തിൻ്റെ നടുക്കടലിലാകട്ടെ, നീ ഭയപ്പെടുകയില്ല. ഞാൻ ഭയപ്പെടുകയില്ല. യഹോവ എന്നോടുകൂടെ ഉണ്ട്. അവൻ പോകേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരും. യഹോവ എൻ്റെ ബലവും എൻ്റെ സങ്കേതവുമാവുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തെ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. കോരഹ് പുത്രന്മാർ ഈ പുസ്തകം, ഹല്ലേലൂയ, ഈ 42-ാം സങ്കീർത്തനം എഴുതി തീരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഹൃദയത്തിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എഴുതിയതാണ്. ഹല്ലേലൂയ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. അതിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ എന്തിനെല്ലാം പ്രത്യാശ വെച്ചാലും അതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഹല്ലേലൂയ. ആത്യന്തികമായിട്ട് നിലനിൽക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ ആ ഡെസ്റ്റിനേഷനിൽ, ഹല്ലേലൂയ, ചെല്ലുമ്പോൾ നിനക്ക് കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം. അതൊരു എവർലാസ്റ്റിംഗ് ലൈഫാണ്. ഇവിടുത്തെ ജീവിതം നൈമിഷികമാണ്, ഏത് സമയത്തും പൊലിഞ്ഞു പോകാം. ഹല്ലേലൂയ. അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. പ്രത്യാശ വർദ്ധിച്ചിടുന്നേ, തേജസ്സേറും മുഖം കാണുവാൻ. പ്രത്യാശ വർദ്ധിച്ചിടുന്നേ, തേജസ്സേറും മുഖം കാണുവാൻ. കാലമേറെ അടുത്തുവല്ലോ, വിൺപുരിയിലെത്തിച്ചേരുവാൻ. കാലമേറെ അടുത്തുവല്ലോ, വിൺപുരിയിലെത്തിച്ചേരുവാൻ. ലോകവാസം സ്വന്തമെല്ലാം മാറിപ്പോയിടും.
സ്നേഹം പ്രാപിച്ചിടുന്ന പ്രിയൻ കൂടെ ചേർന്നിടുമ്പോ കൂടാരമാകും ഭവനം വിട്ടൊഴി ഞാനീശുവിൻ കൂടെ കൂടാരമാകും ഭവനം വിട്ടൊഴി ഞാനീശുവിൻ കൂടെ കൈപ്പണി അല്ലാത്ത നാട്ടിൽ നാം എത്തിച്ചേർന്നു വിശ്വസിച്ചിടോ കൈപ്പണി അല്ലാത്ത നാട്ടിൽ നാം എത്തിച്ചേർന്നു വിശ്രമിച്ചിടോ പ്രത്യാശവഹിച്ചിടും നീ തേജസ്സേറും മുഖ കാണുവാൻ കാലമേറെ അടുത്തുവല്ലോ വെൺപുരിയിലെത്തിച്ചേരുവാൻ കാലമേറെ അടുത്തുവല്ലോ വെൺപുരിയിലെത്തിച്ചേരുവാൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. കൂടാരമായ ഭൗമഭവൻ അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ നമുക്ക് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ! ആ വലിയ പ്രത്യാശയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ! നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, കോരഹപുത്രന്മാരുടെ ഈ ദാഹിക്കുന്ന ഒരു സങ്കീർത്തനം അടിയങ്ങൾക്ക് തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ! ജീവൻ്റെ ജലം കർത്താവെ അടിയങ്ങൾക്ക് ഈ ദിവസങ്ങൾ കുടിക്കുവാൻ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകവും അതിൻ്റെ മോഹവും ഹല്ലേലൂയ നിമിഷം കൊണ്ട് പൊലിഞ്ഞു പോകുന്നതാണ്. ഈ ശരീരത്തിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണുന്നതെല്ലാം എന്നേക്കും നിലനിൽക്കുന്നൊക്കെ തോന്നിയേക്കാം. എന്നാൽ മായ സഭാപ്രസംഗി പറയുന്ന പോലെ എല്ലാം മായ. ഹല്ലേലൂയ! ഈ ലോകത്തിൽ ഹല്ലേലൂയ അടിയങ്ങൾ ഒരു ദിവസം തീരും. എന്നാൽ പ്രത്യാശ പുതുക്കി കർത്താവേ, ഹല്ലേലൂയ, ആ നിത്യതയുടെ ഡെസ്റ്റിനേഷന് വേണ്ടി പോവാൻ അടിയങ്ങളെ ഒരു പ്രാവശ്യം ഒരുക്കുന്ന കർത്താവേ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദിയോടെ സ്തോത്രം. എല്ലാം മുന്നേ സൃഷ്ടിൻ്റെ വിലയേറെ നാമത്തിൽ തന്നെ. ആമേൻ.